പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. എങ്ങനെയാണ് ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. അതിന്റെ മെയിൻ പാർട്സ് നോക്കാം. ടങ്സ്റ്റൺ ഫിലമെന്റ്, ഗ്ലാസ് കവർ, കോപ്പർ വയർ, ഗ്യാസ് ഫിൽഡ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. ഇതാണ് മേജർ ആയിട്ടുള്ള പാർട്സ്. ഇനി നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ് നോക്കാം. ഫസ്റ്റ് ഇലക്ട്രിക് എനർജി പാസ് ചെയ്യുമ്പോൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ചൂടാവുന്നു. ആ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ്. Electricity passes through the tungsten filament. Filament become white hot, gives out light. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. Which material is used to make filament? First തന്നെ പഠിച്ചു tungsten. Which material is used to make filament? Tungsten. What properties of tungsten make it suitable for being used as a filament? ടങ്സ്റ്റന്റെ എന്തൊക്കെ പ്രോപ്പർട്ടി ആണ് ഒരു ലൈറ്റ് എമിറ്റിംഗ് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോപ്പർട്ടി ആണെന്ന് നോക്കാം. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിവിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. Why is the bulb filled with an inert gas or nitrogen? നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മെയിൻ പാർട്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ഗ്യാസ് ഫിൽഡ് അറ്റ് ലോ പ്രഷർ. എന്തുകൊണ്ടാണ് നമ്മൾ ആ നൈട്രജൻ ഗ്യാസ് ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്? അതിന്റെ കാരണം വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. ബൾബിന്റെ അകത്ത് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ, ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ റിയാക്ട് ചെയ്യാത്ത ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ബൾബിന്റെ അകത്ത് ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ വേപ്പറൈസേഷൻ, ടങ്സ്റ്റന്റെ വേപ്പറൈസേഷൻ, ബൾബ് ചൂടാകുമ്പോൾ വേപ്പറൈസ് ചെയ്യുമല്ലേ, ആ വേപ്പറൈസേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. Why is the bulb is evacuated? ബൾബ് എന്തുകൊണ്ടാണ് ഇവാക്യുവേറ്റ് ആവുന്നത്? In order to avoid oxidation of tungsten. ഇവാക്യുവേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിജൻ പ്രസന്റ് അല്ല. ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ കൂടെ ഓക്സിജൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അത് ഓക്സൈഡ് ആയിട്ട് മാറും. ആ ഓക്സൈഡ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മുടെ ബൾബ് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ കളഞ്ഞിട്ട് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത്. Nichrome is not used as a filament in incandescent lamps. Why? Heating effect of electric current അയൺ ബോക്സിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നിക്രോം വെയർ ആണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്? ലൈറ്റിംഗ് എഫക്റ്റിലെ ടങ്സ്റ്റൺ. ഹീറ്റിംഗ് എഫക്റ്റിലെ നിക്രോം വെയറും ലൈറ്റിംഗ് എഫക്റ്റിലെ ടങ്സ്റ്റനും ആണ് ഉപയോഗിക്കുന്നത്. നിക്രോം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ് ക്യാൻ റിമെയിൻ ഓൺലി ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ബട്ട് ഇറ്റ് കാൺട്ട് ഗീവ് ലൈറ്റ്. നിക്രോം വെയറിന് റെഡ് ഹോട്ട് കണ്ടീഷനിലെ നിൽക്കാൻ പറ്റുള്ളൂ, പക്ഷെ ടങ്സ്റ്റനിൽ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കുകയും ചെയ്യാൻ, ലൈറ്റ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നിക്രോമിന് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിക്രോം വെയർ ഈസ് നോട്ട് യൂസ്ഡ്. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻകാൻഡസെന്റ് ലാമ്പ്? ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്? A major part of electric current supplied to an incandescent lamp is lost as the form of heat. Hence, the efficiency of this device is less. നമ്മളൊരു ഇലക്ട്രിക് എനർജി കൊടുത്തിട്ടാണ് ലൈറ്റ് എനർജി നമുക്ക് കിട്ടുന്നതല്ലേ, പക്ഷെ അതിന്റെ മെജോറിറ്റി ഓഫ് ഫോമും ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഹീറ്റ് ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം മെജോറിറ്റി പോർഷൻ ഹീറ്റ് ആയിട്ട് മാറും. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിന്റെ മെയിൻ പാർട്സ്: ഗ്ലാസ് ട്യൂബ്, 2 electrodes, gas molecule. Glass tube, 2 electrodes, gas molecule. പിന്നെ ഡിസ്ചാർജ് ലാമ്പിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. When high potential difference is applied to electrodes, gas molecules excited atoms comes back to their original state for attaining stability. Energy stored in them radiated as light. ഫസ്റ്റ് ഡിസ്ചാർജ് ലാമ്പില് ഒരു വലിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ ഈ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ്
ഡിസ്ചാർജ് ലാമ്പിന്റെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിന് ഒരു എനർജി കിട്ടുമല്ലേ. എനർജി കൂടുമ്പോൾ അത് എക്സൈറ്റ് പൊങ്ങും. എക്സൈറ്റ് ചെയ്യുമ്പോൾ ഹൈ എനർജി ആയിരിക്കും, പക്ഷെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. എക്സൈറ്റ് ചെയ്ത് പോയിട്ട് അത് തിരിച്ചു വരും. തിരിച്ചു പോകുന്ന വഴി അതിന്റെ എനർജി റേഡിയേറ്റ് ആസ് ലൈറ്റ്. ഈ എനർജി ലൈറ്റ് ആയിട്ട് റേഡിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിലെ മെയിൻ 2 ക്വസ്റ്റ്യൻസ് പഠിക്കാം. What are the advantages of using discharge lamp instead of incandescent lamp? അപ്പം advantages of discharge lamps. Loss of electricity in the form of heat is less. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പഠിച്ച ആ ഇൻകാൻഡസെന്റ് ലാമ്പില് നമ്മൾ എനർജി ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരുന്നു? എനർജി ഈസ് ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അത് ഡിസ്ചാർജ് ലാമ്പില് കുറവായിരിക്കും. രണ്ടാമത്തത് മോർ ലൈഫ് സ്പാൻ, കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. മോർ ലൈറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്, ഒരുപാട് പെട്ടെന്ന് ലഭിക്കും. ലെസ് കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, എന്ന് വെച്ചാൽ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രമേ ഈ ഇലക്ട്രിക് എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇലക്ട്രിക്കൽ എനർജി മാത്രമേ ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രിക്കൽ എനർജി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വെൻ യു സെലക്ട് എ ബൾബ്? നമ്മളൊരു ബൾബ് കടയിൽ പോയി വാങ്ങാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ബൾബ് വാങ്ങുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്? ഒരു ബൾബ് ബൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എഫിഷ്യൻസി, ബൾബിന്റെ എഫിഷ്യൻസി നോക്കണം. എനർജി കൺസപ്ഷൻ, എത്ര എനർജി ഉപയോഗിക്കും. ലോ എനർജി ലോസ്, ലെസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. 4 പോയിന്റ്സ് ആണ്. എഫിഷ്യൻസി, എനർജി കൺസപ്ഷൻ, ലോ എനർജി ലോസ്, ലെസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. LED, what is LED? Light emitting diode. ഇതിന്റെ ഫുൾ ഫോം എക്സാമിൽ ചോദിക്കും. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LED? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇനി ഇതില് മേജർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിച്ച് ആർ ദ ലാംപ്സ് ദാറ്റ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ബൈ? LED ആണ്, നമ്മൾ LED ലൈറ്റ് ആണല്ലേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണ്? as there is no filament. നമ്മൾ പറഞ്ഞു ഇൻകാൻഡസെന്റ് ലാമ്പില് ഫിലമെന്റ് ഉണ്ട്, ഡിസ്ചാർജ് ലാമ്പില് ഫിലമെന്റ് ഉണ്ട്. പക്ഷെ ഇതില് as there is no filament, ഈ LED ബൾബില് ഫിലമെന്റ് ഇല്ല. സോ നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. Since there is no mercury in it, it is not harmful for environment. അതിൻ്റെ അകത്ത് മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് അത് എൻവിയോൺമെന്റ് പൊല്യൂഷൻ ഉണ്ടാക്കത്തില്ല, അത് ഹാം അല്ല. വെരി ലോ പവർ കൺസപ്ഷൻ, മോർ ലൈഫ് സ്പാൻ. Different colored LEDs can be manufactured. More lifespan, different colored LEDs can be manufactured. Parts നമുക്ക് പഠിക്കാം. First, base unit E22. Base unit E22. This is a metallic part that connects the bulb to the holder. ബൾബ് ഹോൾഡർ ഉണ്ടല്ലേ, ബൾബ് ഹോൾഡർ ഉണ്ട്, അതിനെ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ബേസ് യൂണിറ്റ് E22. അടുത്ത പാർട്ടാണ് പവർ സപ്ലൈ ബോർഡ്, LED ഡ്രൈവർ. പവർ സപ്ലൈ ബോർഡ് ഓർ LED ഡ്രൈവർ. Function of this is to convert AC into DC and supply necessary output voltage. എന്ന് പറഞ്ഞാൽ AC കറണ്ട് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് കറണ്ട് ഒരു ഡയറക്റ്റ് കറണ്ടിലേക്ക് DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പവർ സപ്ലൈ ബോർഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹീറ്റ് സിങ്ക്. The part close to the base unit of the bulb, it is an arrangement for absorbing heat from the base. ഈ പാർട്ട് ബേസ് യൂണിറ്റിന്റെ അടുത്താണ്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യാനായിട്ടാണ് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ ബേസ് യൂണിറ്റിന്റെ അടുത്തായിട്ട് കാണപ്പെടുന്നു. അടുത്ത ബേസ് പ്ലേറ്റ്. ഇതിന്റെ എല്ലാം ഫോട്ടോസ് ടെക്സ്റ്റിലുണ്ട്. ബേസ് പ്ലേറ്റ്, മെറ്റൽ പ്ലേറ്റ് ദാറ്റ് ഫിക്സസ് ഇറ്റ് ടു ദ ഹോൾഡർ. ഒരു ഹോൾഡറിൽ പ്ലേസ് ചെയ്യുന്ന മെറ്റൽ പ്ലേറ്റ് ആണ് ബേസ് പ്ലേറ്റ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. LEDs are fixed on this board. In this, positive and negative polarities are marked. ഈ LEDs ഈ ബോർഡിലാണ് ഫിക്സ് ചെയ്യുന്നത്. അതില് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്.
സ്ക്രൂസ് ഫോർ ഫിക്സിംഗ് വയേഴ്സ് ഫ്രം LED ഡ്രൈവ് ടു ദ ബേസ് യൂണിറ്റ്. LED ഡ്രൈവ് ബേസ് യൂണിറ്റിൽ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ്. സ്ക്രൂസ് എന്തായിരിക്കും ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഡിഫ്യൂസർ ക്യാപ്പ്. ദിസ് ഈസ് എ പാർട്ട് ഫ്രം വിച്ച് ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദ ബൾബ്. ഡിഫ്യൂസർ ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്സൈഡിൽ കാണപ്പെടുന്ന ഒരു വൈറ്റ് കളർ സാധനം ഉണ്ടല്ലേ, അതിൽ നിന്നാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ലൈറ്റ് വരുന്നത് ആ ഡിഫ്യൂസർ കപ്പിലാണ്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ടുള്ള LED പാർട്സ് ആണ് പഠിച്ചത്. ബേസ് യൂണിറ്റ് E22, പവർ സപ്ലൈ ബോർഡ്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, ബാക്ക് കണ്ടക്ടർ സ്ക്രൂ, ഡിഫ്യൂസർ ക്യാപ്പ്. ഇത് ടെക്സ്റ്റിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് വായിച്ച് മനസ്സിലാക്കാം. അതിന്റെ പിക്ചേഴ്സ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പിക്ചേഴ്സ് ടെക്സ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. പിന്നെ how can the LED bulbs be disposed by scientifically? LED ബൾബ് നശിച്ചെന്ന് വെച്ചോ, അത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് എവിടെയെങ്കിലും ആർക്കും ഒരു ഹാം വരാത്ത രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അതിനെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. നശിപ്പിക്കുക, ഡിസ്പോസ് മീൻസ് നശിപ്പിക്കുക. Segregate the plastic, electronics and metallic component of LED bulb and transfer them to their respective disposal unit. അതിനെ സെഗ്രിഗേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരുപാട് പാർട്സ് പഠിച്ചില്ലേ, അതിനെല്ലാം ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക. സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് ഡിസ്പോസ് ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്ത് റെസ്പെക്റ്റീവ് പാർട്സിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യുക.